ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോണ പാട്ടിന് മുമ്പ് എനിക്ക് രണ്ട് ലൈൻ പറയാനുണ്ട്. ഹി നെവർ സേസ് എനിത്തിങ് ഫോർ ഫെയിം. ഹി ടെൽസ് വാട്ട് ഹി ഹാസ് ഫെൽറ്റ്. ഹി സ്പിറ്റ്സ് ദ റിയൽ അൺടോൾഡ് ഫാക്ട്സ്. ഞാൻ മറ്റാരുമല്ല, ഞാൻ വേടനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നിയ ഒരു രണ്ട് ലൈനാണ് ഞാൻ പറഞ്ഞത്. സോ ആളുടെ ഒരു കോമ്പോസിഷൻ, അതായത് ആളുടെ വരികളിലുള്ള ഒരു പാട്ടാണ് ഇന്ന് റിയാക്ട് ചെയ്യുന്നത്. ഭൂതന്ത്രം എന്നാണ് ഈ പാട്ടിൻ്റെ പേര്. ഫ്രം ദ മൂവി മഞ്ഞുമൽ ബോയ്സ്. മ്യൂസിക് ഈസ് ബൈ സുഷിൻ ശ്യാം ആൻഡ് ഓഫ് കോഴ്സ് ലിറിക്സ് നമ്മുടെ വേടൻ്റെ ലിറിക്സ് ആണിത്. ഓക്കെ, റാപ്പ് ആളാണ് പാടിയിരിക്കുന്നത്. വളരെ നല്ലൊരു ഒരു ആർട്ടിസ്റ്റാണ് വേടൻ. ആള് പറയുന്നതിലുള്ള സത്യസന്ധത എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആളെപ്പോലെ വേറൊരാൾക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. ആളുടെ വരികൾ അതെല്ലാം ഉണ്ട്. ആ വരികൾ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് ഇതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ കേൾക്കുന്നത് എന്താണോ കേൾക്കുന്നത് വെച്ച് എനിക്ക് എന്ത് മനസ്സിലായി അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വേണം എന്ന് ഉണ്ടെങ്കിൽ എന്തായാലും പറയൂ, ഞാൻ എന്തായാലും ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഈ പാട്ടിൻ്റെ റിയാക്ഷനിലേക്ക് പോവാം. സോ എന്നും പറയണ പോലെ, സോ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് റിയാക്ട്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം. വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം. കുരുവി കൂട്ടും പോലെ കൂട്ടിയല്ലോ മുക്കത്തുട്ട്, കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം പുല്ലിക്കെട്ട്. കയറ് വിട്ട കാള ജീവിതമോ ജല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട്. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. 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 That beat. മാടുപോലെ ഉഴച്ചിട്ട് അന്തിമയങ്ങുമ്പോൾ ആടിക്കള്ളു കുടിച്ചിട്ട്, പിച്ച വെച്ചതെല്ലാം പെരിയാറിൻ മടിത്തട്ട്. കപ്പലൊച്ചയല്ലോ താരാട്ടുപാട്ട്, ആര് കാണുവാൻ അടങ്ങിയങ്ങ് ജീവിച്ചിട്ട്. കണ്ണുനീര് പൂട്ടിയല്ലോ കൂച്ചി വിലങ്ങിട്ട്, തുച്ഛ ജീവിതത്തിൽ ആശയെല്ലാം നിർത്തിയിട്ട്. ഒടുക്കം മരിക്കുമ്പോൾ 6 അടി മണ്ണ് സ്വത്ത്. പിടിച്ചതെല്ലാം പുലിവാലിടാ, കാണ്ടാമൃഗത്തിന്റെ തോലിടാ. അഴുകിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളടാ. പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ. പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഉരുക്ക് ഗുണമുള്ള തോളിടാ. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും
What a line, da. ഈരമുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ ഒരിക്കലും തീരാത്ത 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 ഈരമുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. അതായത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറിക്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് ശരിക്കും പറയാം, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ്. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾക്ക് മനസ്സിലാവാൻ? അത് ആവശ്യമില്ല. അതിലുള്ള ആ ഒരു പെയിൻ ടു ദ കോർ, അത് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മനസ്സിലാവില്ല, അത് അറിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമുക്കത് കൊള്ളുമ്പോൾ നമുക്കത് മനസ്സിലാവും ആ വാക്കിൻ്റെ അർത്ഥം. അതായിരിക്കും ഫോട്ടോ ലിറിക്സ് എന്ന് പറഞ്ഞിരിക്കും. ഞാനും അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് കൊള്ളുമ്പോഴാണ് നമുക്ക് ആ വരിയുടെ അർത്ഥം നമുക്ക് മനസ്സിലുള്ളൂ. അത് കൊണ്ട ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. വേടൻ ഈസ് എ അമേസിങ് ലിറിസിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഹീസ് അമേസിങ് പോയറ്റിക്, ഒരു നല്ലൊരു പോയറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വേടൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു പോയറ്റാണ്. ഞാൻ ആളെ ഈ കുതന്ത്രം തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ പാട്ടുകളും, ഒരുത്തി, വോയിസ് ഓഫ് വോയിസ്ലെസ്, അങ്ങനെ പല പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്. ആളുടെ പാട്ടുകൾ നല്ല കൂടുതൽ റാപ്പാണ് ആൾ ചെയ്യാറ്. ആളുടെ എല്ലാ പോയംസും ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് വളരെ ആ വരികളുണ്ടല്ലോ, ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ, കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ, വേറെ എന്ത് വേണം? അതായത് ആളുടെ ലിറിക്സ് വെറും ഒരു പാട്ടിന് വേണ്ടി എഴുതിയ ലിറിക്സ് അല്ല. അത് ആൾക്ക് സംഭവിച്ചും ആളത് അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് ആൾ എഴുതിയിരിക്കുന്നത്. ഹീ ഈസ് ജസ്റ്റ് സ്പിറ്റിംഗ് ഫാക്ട്സ്, the untold things that happen in our society, in India, especially in every part of India. നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങൾ, നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പല കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങൾ വളരെ കൂടുതൽ ബാധിക്കുന്ന ആൾക്കാർ. അത് നമ്മൾ അവരെ കുറിച്ച് അറിയുന്നില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അതായത് ആ വരികളിലെല്ലാം ഉണ്ട്. പെരിയാരിൻ അരുമകളല്ലേ, കാൽത്തൊടും മണ്ണെല്ലാം മലിനമല്ലേ, അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ, ശ്വസിച്ചതെല്ലാം പുക പടലമല്ലേ. ആ വരിയിലുള്ള ഒരു എക്സ്പ്രഷൻ നമുക്കൊന്നും ഒരിക്കലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക, ജനിക്കുമ്പോൾ തന്നെ ചോറ് വായിൽ ഊട്ടിത്തരാൻ അമ്മ, സ്കൂളിൽ കൊണ്ടാക്കാൻ അച്ഛൻ, ജീവിക്കാനൊരു നിഴൽ എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ, ഉള്ളതും നശിച്ചു പോയ ആൾക്കാർ, ഉണ്ടായതും പിടിച്ചു വാങ്ങിയും തട്ടിപ്പറിച്ചും എടുത്ത കുറേ ആൾക്കാർ, എത്രയോ പേരാണ് അങ്ങനെ. നമ്മൾ അവരെ കുറിച്ചൊന്നും ഒരിക്കലും ആലോചിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, അതെടുക്കും, ഒരു ഫോട്ടോ എടുക്കും, ഐ ഫീൽ സാഡ് എന്ന് പറഞ്ഞൊരു വരി എഴുതും, പോസ്റ്റ് ചെയ്യും. അതോടെ നമ്മുടെ പരിപാടി നമ്മൾ ചെയ്തു. നമ്മൾ വല്ല നല്ല ആൾക്കാർ അല്ല, ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ആളാണ് വേടൻ. അതായത് ആള് പറഞ്ഞല്ലോ, എന്നെ കൂടുതലായിട്ട് എയറിൽ കയറ്റരുത്, എനിക്ക് എന്ത് തോന്നുന്നു അത് ഞാൻ പാട്ടാക്കി മാറ്റുന്നു. ആൾക്ക് എന്തൊക്കെയാണ് പറയാൻ, എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ പ്രശ്നം, അതിനെ ആള് പാട്ടാക്കി മാറ്റി
റാപ്പാക്കി മാറ്റി പാടുമ്പോൾ അത് ദ വേ ഹി എക്സ്പ്രസ് ദ റിയാലിറ്റി ഓഫ് ദ സൊസൈറ്റി, അതാ പറഞ്ഞത്. എന്നെ കൂടുതൽ എയറാക്കല്, ഞാൻ 4 പാട്ട് പാടി ജീവിക്കുന്ന ആളാണ്, എന്നെ ആരും എയറിലാക്കല്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ എയറിലാക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം the things he tell, the things he recite, the things he sing, the things he does the rap, എല്ലാം 100% സത്യമാണ്, നടക്കുന്നതുമാണ്. അല്ലെങ്കിൽ അല്ല എന്ന് പറയൂ. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. ഇപ്പം ഞാൻ പാട്ടിലേക്ക് വരാം. പാട്ട് എന്ന് പറയുന്നത് സുഷിൻ സാമിൻ്റെ കമ്പോസിഷനാണ്. ഞാൻ കൂടുതൽ വേടനെ കുറിച്ച് പറഞ്ഞു, സോറി. എന്താ വെച്ചാൽ ഈ കാര്യങ്ങളിൽ പറഞ്ഞില്ലെങ്കിൽ ഇത് ശരിയാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് സെൻസേഷൻ ആയതുകൊണ്ടും എനിക്ക് എന്താ പറയുക അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറയല്ല. ഐ ആം ജസ്റ്റ് ടെല്ലിങ് വാട്ട് ഐ ഫെൽറ്റ്. ഞാൻ ഈ പാട്ടിനെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നു, അനാലിസിസ് ചെയ്യുന്നു, വേറൊന്നുമില്ല. ഈ പാട്ടിൽ ബീറ്റല്ല, വരികളാണ് മെയിൻ ഈ പാട്ടിൽ. അതാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ വരികളെക്കുറിച്ചും ആ വരികൾ എഴുതിയ ആളെക്കുറിച്ചും അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഞാൻ പറഞ്ഞത്. എനിക്ക് അറിയുന്നതും ഞാൻ വായിച്ചിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കുക. എന്താ വെച്ചാൽ ഹ്യൂമൻസ് മേക്ക് മിസ്റ്റേക്ക്. അപ്പോൾ ഇതിൽ ബേസ് ഗിറ്റാർ വായിക്കുന്ന അശ്വിൻ ലാൽ, അങ്ങനെ ഇതിൽ യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് EDM അങ്ങനെ അങ്ങനത്തെ ബീറ്റ്സ് ആണ് നല്ലതായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ നല്ല എലിമെൻറ്റ്സ് എൻ്റെ ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് മേക്സ് ദ റാപ്പ് ഈവൺ മോർ ബ്യൂട്ടിഫുൾ. റാപ്പ് മാത്രമല്ല, ഇറ്റ്സ് ജസ്റ്റ് എ റാപ്പ് സോങ് ഓഫ് വേടൻ്റെ ഒരു റാപ്പ് സോങ്ങിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി നമ്മുടെ സുഷിൻ ശ്യാം കുറേ നല്ല എലിമെൻറ്റ്സ്, നല്ല ടെക്സ്ചേഴ്സ്, നല്ല ഇൻ്റർലൂഡ്സ് ഒക്കെ ആഡ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പാട്ട്. ഐ ആം റേറ്റിംഗ് ദിസ് സോങ് 10 out of 10. എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് ഇതിന് ഇല്ല മാർക്ക് എന്നല്ല, എനിക്ക് എൻ്റെ റേറ്റിങ്സ് എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇതിൽ ഒന്നാമത്തെ കാര്യം ഫുൾ സത്യങ്ങളാണ് പറയുന്നത്. ഒരു കള്ളത്തരോ ഒരു കോപ്പി അടിക്കലോ ഒന്നുമില്ല. എനിക്ക് ഞാൻ ഫസ്റ്റ് ഉള്ള കാര്യം പറയാം, എനിക്ക് ഫസ്റ്റ് ആളുടെ റാപ്പുകൾ അത്ര അട്രാക്റ്റീവ് ആയിരുന്നില്ല. ഇല്ലാന്ന് പറയട്ടെ. പിന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നുള്ളൊരു പാട്ട് ഞാൻ ആളുടെ കേട്ടിട്ടുണ്ട്. ഷാറ്റേർഡ്. ഐ ബിക്കം എ ബിഗ് ഫാൻ ഓഫ് ആ പാട്ട് കേട്ട് പിന്നെ എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. പിന്നെ ആളുടെ പാട്ടുകൾ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. ഒരുത്തി ആ പാട്ട്, പിന്നെ അങ്ങനെ കുറേ പാട്ടുകൾ ആളുടെ ഇങ്ങനെ കേട്ട് പിന്നെ ഞാളുടെ ഒരു വലിയൊരു ഫാനായി. പിന്നെ ആളുടെ എല്ലാ ലിറിക്സുകളും ഞാൻ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോൾ ആൾ പറയുന്നതെല്ലാം പകുതി എന്നല്ല, അതിൽ മുഴുവൻ സത്യങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. പാട്ട് അടിപൊളിയാണ്, പറയുന്നതും എല്ലാം അടിപൊളിയാണ്, നടക്കുന്നതും അത്ര അടിപൊളിയല്ല. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ thank you for watching the video. I hope you guys like the video. I'll meet you guys in the next video. Till then, take care, bye. This is me and signing out. Bye.